ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു. മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നു. വേവ്സ് ഉച്ചകോടിയിൽ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ദേശീയ സമ്മേളനം നടക്കും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് നിർവഹിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇന്ന് നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അംഗോള പ്രസിഡന്റ് ജോവോ മാനുവൽ ഗോൺസാൽവസ് ലോറൻസോയുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പ്രസിഡന്റ് ലോറൻസോയ്ക്ക് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. തുടർന്ന് രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. 38 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അംഗോള പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ യുപിഎസ് റൂമിൽ നിന്നും പുക ഉയർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരുടെ മരണത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. സംഭവ സമയത്ത് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികളായിരുന്നു ഇവർ. യഥാസമയം മറ്റ് രോഗികളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയതിനാൽ വലിയ അപകടം ഒഴിവായി. സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചു. അത്യാഹിത വിഭാഗം താൽക്കാലികമായി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായ സംഭവം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിയന്തരമായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. അതോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ സന്ദർശനവും കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സന്ദർശിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ കോഴിക്കോട് കളക്ടറോട് വിവരങ്ങൾ ആരാഞ്ഞ് പ്രിയങ്ക ഗാന്ധി എംപി. ആവശ്യമായ എല്ലാ സഹായങ്ങളും അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് എംപി കളക്ടറോട് ആവശ്യപ്പെട്ടു. വേവ്സ് ഉച്ചകോടിയിൽ ലൈവ് ഇവന്റ്സ് എക്കോണമി എ സ്ട്രാറ്റജിക് ഗ്രോത്ത് ഇംപെരറ്റീവ് എന്ന പേരിലുള്ള ഇന്ത്യയുടെ ധവളപത്രം പുറത്തിറക്കി. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, എൽ മുരുകൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ലൈവ് എന്റർടൈൻമെന്റ് വ്യവസായത്തിന്റെ വളർച്ചാ പാതകൾ, തന്ത്രപരമായ ശുപാർശകൾ എന്നിവയുടെ സമഗ്രമായ വിശകലനമാണ് ധവളപത്രത്തിലുള്ളത്. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണ് ധവളപത്രം സമർപ്പിച്ചത്. മുംബൈയിൽ നടക്കുന്ന വേവ്സ് ഉച്ചകോടി 2025 മാധ്യമ എന്റർടൈൻമെന്റ് മേഖലയ്ക്ക് മറ്റൊരു സർക്കാരും നൽകാത്ത പരിഗണനയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ബോളിവുഡ് നടൻ ആമിർ ഖാൻ. ഉച്ചകോടിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ പ്രസാർ ഭാരതിയുടെ പവലിയൻ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Been around for almost now 35 years and I have not seen any government who has ever thought about us. So this is the first time that any government has applied their mind and their emotions and said, "Yaar, let's do something in media and entertainment. Let's make that powerful. Let India be a leader in that." The fact that the present government has actually made the effort to announce it and organize it, it's a huge opportunity for all of us as Indian filmmakers across the language. മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യ ശ്രവ്യ ഉച്ചകോടിയുടെ 3ാം ദിവസമായ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ദേശീയ സമ്മേളനം നടക്കും. നയങ്ങൾ, ഏറ്റവും പുതിയ ട്രെൻഡുകൾ, കമ്മ്യൂണിറ്റി റേഡിയോകൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയവ ചർച്ചയാകും. കമ്മ്യൂണിറ്റി റേഡിയോയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള വേദി കൂടിയാകും ഈ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം വികസന പദ്ധതി 1ാം ഘട്ടം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 79 കോടി 50 ലക്ഷം രൂപ ചെലവിലാണ് ആദ്യഘട്ടം പൂർത്തീകരിച്ചത്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ 12ാം ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ നിർവഹിക്കും.
കോഴിക്കോട് ആദ്യമായി ആതിഥ്യമരുളുന്ന ദേശീയ സരസ് മേള ഈ മാസം 13 വരെയാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. 64,000 ചതുരശ്ര അടിയിൽ പൂർണ്ണമായി ശീതീകരിച്ച ഭവനിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഗ്രാമീണ സംരംഭങ്ങൾ തയ്യാറാക്കുന്ന കരകൌശല വസ്തുക്കളും തുണിത്തരങ്ങളും ഭക്ഷ്യോൽപ്പന്നങ്ങളും ഉൾപ്പെടെ ലഭ്യമാകുന്ന 250 വിപണന സ്റ്റാളുകളും വിവിധ സംസ്ഥാനങ്ങളിലെ തനത് രുചിക്കൂട്ടുകളുമായി 50 സ്റ്റാളുകൾ അടങ്ങിയ ഇന്ത്യൻ ഫുഡ് കോർട്ടുമാണ് ഒരുക്കിയിട്ടുള്ളത്. പഞ്ചാബിൽ നിന്നുള്ള ചോല ഭട്ടൂര, പാവ് ബജ്ജി, രാജസ്ഥാനിലെ മുഗളൈ കച്ചോര, മിർച്ചി വട, ലക്ഷദ്വീപ് വിഭവങ്ങൾ, കേരളത്തിൽ നിന്നുള്ള മില്ലറ്റ് ഫുഡ് തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ആളുകളെ ആകർഷിക്കുന്നത്. പേവിഷബാധ സ്ഥിരീകരിച്ച് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ നില ഗുരുതരം. കൊല്ലം സ്വദേശിയായ 7 വയസ്സുകാരിക്കാണ് വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ സ്ഥിരീകരിച്ചത്. കുട്ടിക്ക് കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ നേരിട്ട് ഞരമ്പുകളിൽ കടിയേറ്റതാകാം നില വഷളാകാൻ കാരണമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. ഗോവയിലെ ഷിർഗാവിൽ ലൈരായി സത്ര ഉത്സവത്തിലുണ്ടായ തിക്കിലും തിരക്കിലും 6 പേർ മരിച്ചു. 50-ലധികം പേർക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പരിക്കേറ്റവരെ സന്ദർശിച്ചു. ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഓരോ രോഗിയുടെയും അവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഹോക്കി പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:10-ന് ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ വിജയം ഓസ്ട്രേലിയയ്ക്കായിരുന്നു. കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ സംസ്ഥാനത്ത് ഉടനീളം പെയ്ത കനത്ത മഴയിൽ തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് prasarbharati.gov.in/pbvacancies എന്ന വെബ്സൈറ്റ് വിലാസം സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 30. വിശദവിവരങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 0471-232-4983 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇമെയിൽ arnewstvpm@gmail.com. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ VR വിനോദ് മലപ്പുറത്ത് അറിയിച്ചു. മണ്ഡലത്തിൽ 59 പോളിംഗ് ബൂത്തുകൾ പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടങ്ങളിലേക്ക് ആവശ്യമായ വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വിവിപാറ്റ് മെഷീനുകളുടെയും പരിശോധന ഉടൻ പൂർത്തിയാക്കുമെന്ന് കളക്ടർ പറഞ്ഞു. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ കിക്ക് ഡ്രഗ്സ് പ്രചാരണ സന്ദേശയാത്ര മറ്റന്നാൾ കാസർഗോഡ് നിന്ന് ആരംഭിക്കും. മന്ത്രി V. അബ്ദുറഹിമാൻ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകും. 14 ജില്ലകളിലൂടെയും സഞ്ചരിച്ച് ഈ മാസം 22-ന് എറണാകുളത്ത് ക്യാമ്പയിൻ സമാപിക്കും. എല്ലാ ജില്ലയിലും ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്ന മിനി മാരത്തോൺ, വാക്കത്തോൺ തുടങ്ങിയ പരിപാടികളാണ് ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തുന്നത്. ഉദുമ പാലക്കുന്നിൽ മിനി മാരത്തോൺ തിങ്കളാഴ്ച രാവിലെ ജില്ലാ പോലീസ് മേധാവി ഫ്ളാഗ് ഓഫ് ചെയ്യും. ആദ്യ ദേശീയ മധ്യസ്ഥ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ എന്നിവരും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. നിയമ മന്ത്രാലയവുമായി സഹകരിച്ച് ഇന്ത്യൻ അറ്റോർണി ജനറലിന്റെ ഓഫീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പുകയുയർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു. മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നു. വേവ്സ് ഉച്ചകോടിയിൽ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ദേശീയ സമ്മേളനം നടക്കും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് നിർവഹിക്കും. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇന്ന് നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.